രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ എഗ് മസാല ബോണ്ടയാണ്. വളരെ ടേസ്റ്റിയായ ഈ മസാല ബോണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഈ സ്നാക്സ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോണ്ട തയ്യാറാക്കാനായി ആദ്യം ഒരു ബൗളിൽ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനൊന്ന് കടഞ്ഞെടുക്കാം. കാൽ സ്പൂൺ ഉപ്പ്, കാൽ സ്പൂൺ കായപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഗ്രാം കടലമാവ് ഇതിലേക്കിടാം. ഒരു സ്പൂൺ അരിപ്പൊടി, ഒരു സ്പൂൺ കോൺഫ്ലവർ, ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കണം. ചെറിയ സ്പൂണിന് അര സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാൽ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം. ഇത് 1/2 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം പൊടികൾ ചേർക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കാൽ സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ ഉപ്പ്. ഇറക്കി വെച്ച ശേഷം പുഴുങ്ങി ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയും ഇതിലേക്ക് ചേർക്കാം. ചെറുതായി അരിഞ്ഞ മല്ലിയില കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വളരെ സ്വാദേറിയ ഒരു കൂട്ടാണ്. നമുക്കിതുപോലെ ഉരുളയാക്കി എടുക്കാം.
എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട്. വറുത്തെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയാണിത്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായി. മാച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. രണ്ടാമത്തെ തവണയും വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ സ്നാക്സ് നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സ്നാക്സിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറം ക്രിസ്പിയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.